നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന ആ വേളയിലും നമ്മൾ പറയാൻ പഠിപ്പിക്കപ്പെട്ടത് എന്താണ്? ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നിതാ ഇറങ്ങുകയാണ്, ഇത് പറഞ്ഞുകൊണ്ട്, ഏത്? ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യുഖാലു ലഹു, അവനോട് പറയപ്പെടുന്നതാണ്, കുഫീത വവുഖീത, നിന്റെ എല്ലാ ദുന്യവിയും ഉഖറവിയുമായ പ്രശ്നങ്ങൾക്ക് നീ മനക്ലേശം ഒരിക്കലും നിന്നെ പിടികൂടാതെ നീ അതിന് പരിഹാരം നേടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ വവുഖീത, നീ എല്ലാവിധത്തിലുള്ള ശല്യങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നിനക്ക് കാവൽ ലഭിക്കപ്പെട്ട് കഴിഞ്ഞു എന്നിങ്ങനെ വിളിച്ചു പറയപ്പെടും. മാത്രമല്ല വതനഹ അൻഹു ശൈത്താൻ, നമ്മുടെ കൂടെ ഇങ്ങനെ സദാ വസ്വാസുണ്ടാക്കി നമ്മിൽ വേണ്ടാത്ത ചിന്തകളെ കൊണ്ടുവരാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന ചെകുത്താൻ നമ്മളിൽ നിന്ന് വിട്ട് മാറി അകന്നു പോകും. ഇനി ഇവൻ്റെ പിന്നാലെ കൂടിയിട്ട് കാര്യമില്ല, ഇവൻ കാവൽ നേടിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓർക്കാറുണ്ടോ നമ്മൾ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ദിക്ർ പതിവാക്കാറുണ്ടോ? നമ്മൾ ആശയം ചിന്തിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ അത് പതിവാക്കുക. ഇതൊക്കെ നമുക്കുള്ള കരുത്തും കാവലുമാണ്. ലോകത്ത് ആത്മഹത്യകൾ ദിനേന വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞത് ഓർപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് മനുഷ്യ മനസ്സുകളിലാകെ ഡിപ്രഷനിലേക്ക്, അതേപോലെ തന്നെ എല്ലാ നിലക്കുമുള്ള വേദനകളിലേക്ക്, അസഹ്യതയിലേക്ക് മനുഷ്യൻ്റെ മനസ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുമ്പോൾ അവസാനം ആ വിഡ്ഢി, അവൻ്റെ വിഡ്ഢിത്തം ചെകുത്താൻ ഓതിക്കൊടുക്കുന്നത് കൊണ്ട് അവനോട് പറയേണ്, വേഗം ജീവൻ കളഞ്ഞളാൻ, എരിതീയിൽ നിന്ന്, അതല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ നിന്ന് കടുത്ത അതിനേക്കാൾ പ്രയാസത്തിലേക്കാണ് ഞാൻ ചാടുന്നത്, ഞാൻ പോകുന്നത് എന്ന ചിന്ത ആ സമയത്ത് മനുഷ്യ മനസ്സിൽ നിന്ന് ചെകുത്താൻ ഊരിയെറിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ശൈത്താനിൽ നിന്ന് കാവൽ തേടുന്ന, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം ഉറപ്പിക്കുന്ന ഏതേത് ദിക്റുകളുണ്ടെന്നറിയാമോ? നൂറുകണക്കിന്. ഇന്നത്തെ സംവിധാനങ്ങളിൽ ഒന്ന് മനസ്സ് വെച്ചാൽ അത് പഠിക്കാനും പകർത്താനും ചൊല്ലാനും അറിയാത്തവരാണോ നമ്മൾ? അല്ല, അലസത മാത്രമാണ് നമ്മുടെയൊക്കെ ആ മേഖലയിലെ നമ്മെ പിന്തിരിപ്പിക്കുന്ന ഏക ഘടകം. റബ്ബിനോട് കാവൽ തേടിക്കൊണ്ട് ഈ യഥാർത്ഥമായ പാതയിലേക്ക് മുന്നോട്ട് പോവുക. ഏത് ഘട്ടത്തിലും റബ്ബിൻ്റെ കാവലുണ്ടാകും. അവൻ സമാധാനം തരും, അവൻ ശാന്തി തരും. അള്ളാഹു നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.